ഹായ് കൂട്ടുകാരെ, നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ, അതായത് 500 സബ്സ്ക്രൈബർ ഉള്ള നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് കറവ നിർത്തുന്ന വീഡിയോ. എങ്ങനെ കറവ നിർത്താം എന്നൊരു വീഡിയോ. അപ്പോൾ ആ കറവ നിർത്തുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 7 മാസം, അതായത് 7 മാസം തികയുന്ന അന്ന് മുതൽ തന്നെ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. കാരണം 7ാം മാസം തുടങ്ങി ഒരു 15 ദിവസം മതി നമുക്ക് കറവ നിർത്താൻ. 7ാം മാസം തുടങ്ങി 15-20 ദിവസം വെച്ച് കറവ നിർത്തിയിരിക്കണം. കാരണം അതിനുശേഷം നമ്മുടെ കന്നുകാലികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് റെസ്റ്റിംഗ് പീരീഡ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 15-20 ദിവസം എടുത്ത് നമ്മൾ കറവ നിർത്തിയിരിക്കണം. അത് നിർബന്ധമാണ്. റെസ്റ്റിംഗ് പീരീഡ് നമ്മുടെ പശുക്കൾക്ക് ആവശ്യമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആഹാരം പകുതിയാക്കണം. അതായത് എന്താ ഫുഡാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ആഹാരം പകുതിയാക്കണം. ആ ഫുഡിൽ നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കേസ് തീറ്റ ഒട്ടും കൊടുക്കാൻ പാടില്ല. കേസ് തീറ്റ ഒട്ടും കൊടുക്കാൻ പാടില്ല. എള്ളുപിണ്ണാക്കും കൊടുക്കാൻ പാടില്ല. പച്ച പുല്ലും കൊടുക്കാൻ പാടില്ല. എന്നു വെച്ചാൽ ഈ പാലൂറുന്ന ആഹാരങ്ങൾ പശുക്കൾക്ക് കൊടുക്കുന്നത് നിർത്തണം. പിന്നെ കൊടുക്കുന്ന ഫുഡ്, തവിടിന്റെ അളവ്, പരുത്തിപ്പിണ്ണാക്കിന്റെ അളവും ഒക്കെ ഒന്ന് പകുതിയാക്കണം. ഇത്രയും ചെയ്യണം. അതോടൊപ്പം 7 മാസം ആകുമ്പോൾ കറവ ഒരു നേരം ആക്കണം. അതായത് ഏതെങ്കിലും ഒരു നേരം, ഉച്ചയ്ക്കോ രാവിലെ ഏതെങ്കിലും ഒരു നേരം ആക്കണം. അതും ഒരു നേരം ആക്കുന്നതിന്റെ കൂടൊപ്പം ഒരു നേരം ആക്കി, ഇപ്പൊ നമ്മൾ ഒരു നേരം ഇന്ന് കറന്നു, നാളെ കറക്കാൻ പാടില്ല, അടുത്ത ദിവസം കറക്കണം. അത് അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തും അടുത്ത് 2 ദിവസം ഇടവിട്ട് കറക്കണം. അതിനുശേഷം 3 ദിവസം, അതിനുശേഷം 5 ദിവസം കഴിഞ്ഞ് പശുവിനെ കറക്കാൻ പാടുള്ളൂ. ഇത് ഇങ്ങനെ ചെയ്യുന്ന ക്രമത്തിൽ നമ്മൾ ആ ഫുഡ് പകുതിയാക്കി, കറവ ഒരു നേരമാക്കി, 1 ഇടവിട്ടാക്കി, 2 ഇടവിട്ടാക്കി, ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ടതാണ്. അടുത്ത് 3 ഇടവിട്ട്, 5 ഇടവിട്ടാക്കി, അപ്പോഴത്തേക്കും വറ്റും, പാല് വറ്റും. ഇതിലൊന്നും വറ്റിയില്ലെങ്കിൽ അടുത്തൊരു ടിപ്പുണ്ട്, അത് പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ ആദ്യത്തെ ട്രിക്ക് പരീക്ഷിച്ചു, അതിൽ പാല് വറ്റിയില്ല, ഇനിയും മടിയിൽ പാലുണ്ട് എന്നുള്ളവര് അടുത്ത് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ അടുത്ത 5 ദിവസം ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത 5 ദിവസം വൈക്കോലും 1/2 കിലോ തവിടും പച്ചവെള്ളവും മാത്രമേ പശുക്കൾക്ക് കൊടുക്കാവൂ. അത് ആവശ്യത്തിന് കൊടുക്കാം. എന്നുവെച്ചാൽ 1/2 കിലോ തവിട് ഒരു നേരം കൊടുക്കാവൂ. വൈക്കോൽ ആവശ്യത്തിന് കൊടുക്കാം, പച്ചവെള്ളം ആവശ്യത്തിന് കൊടുക്കാം. ഇതുപോലെ ഈ പശുക്കൾക്കൊന്നും വരൂല, ആരും പേടിക്കേണ്ട. നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പശുക്കൾക്കൊന്നും വരൂല ഇങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞ് 5 ദിവസം ഇങ്ങനെ നോക്കുക. ഇതോടെ പശുവിന്റെ പാൽ എന്തായാലും വറ്റിക്കും. കാരണം നമ്മൾ ഒരാഴ്ചക്ക് മുമ്പേ ആഹാരം പകുതിയാക്കിയായിരുന്നു, കറവ ഒരു നേരം ആക്കിയായിരുന്നു. അപ്പം ഇതോടെ ഇതും കൂടെ ചെയ്യുമ്പോൾ എന്തായാലും പറ്റും. ഈ 5 ദിവസവും ഈ ട്രിക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും കറക്കാൻ പാടില്ല കേട്ടോ. ഈ പീരീഡിൽ ഈ 5 ദിവസം, അതായത് നമ്മൾ ഫുഡ് വളരെ കുറച്ച് ഈ 5 ദിവസം ഒരിക്കലും കറക്കാൻ പാടില്ല. ചിലപ്പോൾ തളർച്ച വന്നാലോ, അങ്ങനെ വരത്തില്ല, കറക്കാൻ പാടില്ല. നമ്മൾ കറവ വറ്റിക്കലാണല്ലോ ലക്ഷ്യം, കറക്കണ്ട. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് മടി വറ്റിയോന്നോ നമ്മൾ തൊട്ട് നോക്കണം. നല്ല സ്പോഞ്ച് പോലെ ആവും, നല്ല പഞ്ഞിക്കെട്ട് പോലെ ആവും നമ്മുടെ മടി, പശുക്കളുടെ മടി നല്ല പഞ്ഞിക്കെട്ട് പോലെ ആവും. തൊട്ട് നോക്കി മനസ്സിലാക്കാം. പിന്നെ കറവ് നോക്കണം. കറവ് നോക്കുമ്പോൾ നെയ്യ് പോലത്തെ ലിക്വിഡാണ് കാമ്പിന്ന് വരുന്നുണ്ടെങ്കിൽ പശുവിന്റെ പാല് വറ്റിയിട്ടുണ്ട്. നല്ല നെയ്യ് പോലെ തന്നെ വരണം, എന്നാലേ വറ്റിയതാവുള്ളൂ, പാല് പോലെ വരരുത്. എന്നാൽ ഈ മെത്തേഡ് തന്നെ 5 ദിവസവും കൂടെ കണ്ടിന്യൂ ചെയ്യണം. കറക്കാൻ പാടില്ല. 1/2 കിലോ തവിട്, വൈക്കോല്, പച്ചവെള്ളം, ഇത്രയും തന്നെ ഒരു 5 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു 20 ദിവസമാണ് ഈ പ്രൊസീജിയർ. ഇതിനകത്ത് വെച്ച് എന്തായാലും പശുവിന്റെ പാല് വറ്റിയിരിക്കും, ഉറപ്പാണ്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഉറപ്പായിട്ടും വറ്റും. ഇതുപോലെ ഈ നെയ്യ് പോലെയാണ് വരേണ്ടത്. പാല് വറ്റിയെന്നറിയാൻ നമ്മൾ നോക്കുമ്പോൾ കാമ്പിന് നെയ്യ് പോലെയാണ് വരാനുള്ളത്. അങ്ങനെ എന്തായാലും വറ്റിയിരിക്കും. പിന്നെ കാമ്പിലൊന്നും തടുപ്പ് പാടില്ല. എല്ലാ കാമ്പും മടിയൊക്കെ നല്ല സ്പോഞ്ച് പോലെ ആകും. ഇതൊക്കെയാണ് പാല് വറ്റിയാലുള്ള പശുവിന്റെ മടി ലക്ഷണം. അടുത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ നെയ്യ് പോലെ വന്നു തുടങ്ങി നമ്മുടെ കാമ്പിന്ന്, ഈ നെയ്യെല്ലാം നമ്മൾ കറന്ന് മാറ്റണം. ഈ നെയ്യ് പോലെ വരുന്ന കാമ്പിൽ ഒന്നും ഒരു അവശിഷ്ടവും ഇല്ലാതെ ഫുള്ളും കറന്ന് മാറ്റിയതിനു ശേഷം ടിലോക്സ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ഇത് 4 കാമ്പിലും നിറച്ചു കൊടുക്കണം. അതായത് സിറിഞ്ച് പോലെ ഇരിക്കുന്ന ഒരു മെഡിസിനാണ്. ഇവിടെ എല്ലാം അതിന്റെ ട്യൂബൊക്കെ ഇടയ്ക്കൊക്കെ കിടന്നു. പക്ഷെ ഇന്നിപ്പോ കാണിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഞാൻ ഇവിടെ എല്ലാം നോക്കി, അത് തീർന്നൊരു പാക്കറ്റ് പോലും ഇവിടെ ഇല്ല. എന്തെങ്കിലും ഒരു വീഡിയോയിലും നമ്മളിപ്പോ ഇവിടെ ഒരു പശുവിന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി വരുന്ന പശുക്കൾക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. കറവ നിർത്തിയതിനു ശേഷം
ഈ ടിലോക്സ് എന്നൊരു സിറിഞ്ച് പോലത്തെ ഒരു മെഡിസിനാണ്. ഇത് 4 കാമ്പിലും നിറച്ചു കൊടുക്കണം. പശുക്കളുടെ 4 കാമ്പിലും നിറച്ചു കൊടുക്കണം. ഇത് അതിന്റെ മടിനീര് പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും കഴിഞ്ഞ പ്രസവത്തിൽ അങ്ങനത്തെ അസുഖങ്ങൾ വന്ന് കാമ്പിന് എന്തെങ്കിലും കേടുണ്ടെങ്കിലും ഒക്കെ മാറാൻ സഹായിക്കും. അതുകൊണ്ട് ഇത് ചെയ്യണം. ഇത് ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ടിലോക്സ് എന്ന് പറഞ്ഞ മെഡിസിന്, നമ്മൾ ഉപയോഗിക്കുന്ന ടിലോക്സ് എന്ന് പറഞ്ഞ മെഡിസിനാണ്. അത് 4 കാമ്പിലും നിറച്ചു കൊടുക്കണം. ഇതെല്ലാം ചെയ്തതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മുടെ ഈ കറവ നിർത്തുന്ന പശുവിന്റെ കാമ്പ് ഒന്ന് തൊട്ട് നോക്കണം. ഏതെങ്കിലും കാമ്പിൽ തടുപ്പ് പോലെ വീർപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതേ ടീലോക്സ് മെഡിസിൻ തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യാനുള്ളത്. ഈ ടീലോക്സ് മെഡിസിൻ ഇപ്പോൾ നമുക്ക് പ്രശ്നമുള്ള കാമ്പിൽ ഇന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് നാളെ യൂസ് ചെയ്യേണ്ട. അങ്ങനെ 1-2 ദിവസങ്ങളിൽ 4 സിറിഞ്ച് യൂസ് ചെയ്യണം. അപ്പോൾ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. അതായത് പ്രസവത്തിന് മുമ്പേ ഈ നമ്മൾ കറവ് വറ്റിച്ചതിന് ശേഷവും ഏതെങ്കിലും കാമ്പുകളിൽ തടുപ്പ് പോലെ കാണുവാണെങ്കിൽ ഈ ടീലോക്സ് മെഡിസിൻ 1.5 4 സിറിഞ്ച് യൂസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മുടെ പശുക്കളെ കറവയൊക്കെ വറ്റിച്ചു, കാമ്പൊക്കെ എല്ലാം ശരിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രസവിക്കുന്നത് വരെയും KS തീറ്റ കൊടുക്കാനേ പാടില്ല. അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. എന്നാൽ ഇതിന് പാലൂറുകയും മടിനീര് അസുഖം വരെ ഉറപ്പ്. നമ്മുടെ ലക്ഷ്യം ഞാൻ എപ്പോഴും പറയുമ്പോൾ പാലുൽപാദനമാണ്. അത് വളരെ കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ചില പശുക്കൾ പ്രസവിക്കുന്നത് വരെയും KS തീറ്റ കൊടുക്കാനേ പാടില്ല. അത് ഞാൻ എടുത്തെടുത്ത് പറയണ. ഇതെല്ലാം ചെയ്തു ഇതിന്റെ കൂടെ KS തീറ്റ കൊടുക്കുവാണെങ്കിൽ ഇതിലൊന്നും ഒരു ഫലവും വരത്തില്ല. KS തീറ്റ കൊടുക്കാനേ പാടില്ല. അടുത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, കറവ നിർത്തിയാൽ ഉടനെ തന്നെ പശുക്കളെ പുറത്ത്, അതായത് നമ്മളെ ഈ മാറ്റിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ മാറ്റി പുറത്ത് മണ്ണ് തറയിൽ കെട്ടേണ്ടതുണ്ട്. കാരണം പിന്നീട് ഇതിന്റെ ക്ഷീണമൊക്കെ കൂടുതലായിരിക്കും. നമ്മൾ ഇവിടെയൊക്കെ വീണിട്ടൊക്കെ എണീക്കുമ്പോൾ കുളമ്പിനൊക്കെ അസുഖങ്ങൾ, മുട്ടൊക്കെ ഇടിച്ച് വീഴണമെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. പ്രസവിച്ചതിന് ശേഷം മാത്രം, പിന്നീട് കറവ തുടങ്ങിയതിന് ശേഷം മാത്രം ചില പശുക്കളെ നമുക്ക് അകത്ത് കയറ്റാം. പ്ലാറ്റ്ഫോമിനകത്ത് കറവ് തുടങ്ങുമ്പോൾ മാത്രം പിന്നെ പശുക്കളെ അകത്ത് കയറ്റിയാൽ മതി. കറവ് നിർത്തിയാൽ ഉടനെ തന്നെ ഇതിനെ പുറത്ത് കെട്ടണം. അതിന്റെ കുളമ്പിന്റെ ആരോഗ്യത്തിനൊക്കെ അതാണ് ഉത്തമം. അടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു കറവ നിർത്താൻ വേണ്ടി എള്ളുപിണ്ണാക്ക് നിർത്തണമെന്ന് പറഞ്ഞായിരുന്നു. ആ എള്ളുപിണ്ണാക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ KS തീറ്റ പിന്നീട് പ്രസവിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാവൂ. എന്നാൽ എള്ളുപിണ്ണാക്ക് നമുക്ക് പ്രസവിക്കാനുള്ള, അതായത് ഡേറ്റിനും 20-25 ദിവസത്തിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നന്നായിട്ട് മടിയിടുന്നതിനും പാലുൽപാദന ശേഷി കൂടുന്നതിനും കന്നുകാലികളെ സഹായിക്കും. അതായത് ഡേറ്റ് എന്നാണോ അതിനും 20-25 ദിവസത്തിന് മുന്നേ നമുക്ക് എള്ളുപിണ്ണാക്ക് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന, നമ്മൾ ചെയ്ത് ഫലപ്രദമായ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ പറയാം. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇത് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൂടെ തരിക, ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീണ്ടും ഇതുപോലെ ടിപ്പുകളും ഫാം റൊട്ടീനും ഡെയിലി വ്ളോഗുമായിട്ട് എൻ്റെ അമ്മയും ഞാനും ഒക്കെ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും